2 ശമൂവേൽ അധ്യായം 16. ദാവീദ് മലമുകൾ കടന്നു കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫീബോശെത്തിന്റെ ഭൃത്യനായ സീബ കോപ്പിട്ട 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കൊലയും 100 അത്തിയടയും 1 തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇതെന്തിന് എന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിൻ്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരൂശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗൃഹം എൻ്റെ അപ്പൻ്റെ രാജത്വം ഇന്നെനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. രാജാവ് സീബയോട്, ഇതാ മെഫീബോശെത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനനായ രാജാവേ, ഞാൻ നമസ്കരിക്കുന്നു. തിരുമുൻപിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ബഹൂരീമിൽ എത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ടു ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെ ഒക്കെയും കല്ല് വാരിയെറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക, നീച, പോ പോ. ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി രാജാവിനോട്, ഈ ചത്ത നായ എൻ്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്നാർ ചോദിക്കും എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീശായിയോടും തൻ്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിൽ ഈ ബെന്യാമീന്യൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവീൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിമെയിയും മലഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നുകൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. എന്നാൽ അബ്ശാലോമും ഇസ്രായേല്യരായ ജനമൊക്കെയും അഹീതോഫെലുമായി യെരൂശലേമിലെത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർഖ്യനായ ഹൂഷായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നിട്ട് അബ്ശാലോമിനോട്, രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ശാലോം ഹൂഷായിയോട്, ഇതാകുന്നുവോ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം? സ്നേഹിതനോടുകൂടെ പോകാതിരുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ഹൂഷായി അബ്ശാലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രായേല്യരൊക്കെയും ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ. അവൻ്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവൻ്റെ മകനെ അല്ലയോ? ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കും എന്ന് പറഞ്ഞു. അനന്തരം അബ്ശാലോം അഹീതോഫെലിനോട്, നാം ചെയ്യേണ്ടത് എന്ത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറവീൻ എന്ന് പറഞ്ഞു. അഹീതോഫേൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കി എന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. നിന്നോട് കൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അബ്ശാലോമിന് വെൺമാടത്തിന്മേൽ ഒരു കൂടാരം അടിച്ചു. അവിടെ അബ്ശാലോം എല്ലാ ഇസ്രായേലും കാണെ തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന
ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദിനും അബ്ശാലോമിനും അഹീതോഫേലിൻ്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. 2 ശമൂവേൽ അധ്യായം 17. അനന്തരം അഹീതോഫേൽ അബ്ശാലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തെരഞ്ഞെടുത്തു പുറപ്പെട്ടു. ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടും ഇരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ചു ഭ്രമിപ്പിക്കും. അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. പിന്നെ ഞാൻ സകല ജനത്തെയും നിന്റെ അടുക്കൽ മടക്കി വരുത്തും. നീ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാവരും മടങ്ങി വരുമ്പോൾ സകല ജനവും സമാധാനത്തോടെ ഇരിക്കും. ഈ വാക്ക് അബ്ശാലോമിനും ഇസ്രായേൽ മൂപ്പന്മാർക്കൊക്കെയും വളരെ ബോധിച്ചു. എന്നാൽ അബ്ശാലോം അർഖ്യനായ ഹൂശായിയെ വിളിക്ക, അവൻ്റെ അഭിപ്രായവും കേൾക്കാമല്ലോ എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിൻ്റെ അടുക്കൽ വന്നപ്പോൾ അബ്ശാലോം അവനോട്, ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ പറഞ്ഞിരിക്കുന്നു. അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യുകയോ, അല്ലെങ്കിൽ നീ പറക എന്ന് പറഞ്ഞു. ഹൂശായി അബ്ശാലോമിനോട് പറഞ്ഞതെന്തെന്നാൽ, അഹീതോഫേൽ ഈ പ്രാവശ്യം പറഞ്ഞ ആലോചന നന്നല്ല. നിന്റെ അപ്പനും അവൻ്റെ ആളുകളും വീരന്മാരും കാട്ടിൽ കുട്ടികൾ കവർന്നുപോയ കരടിയെപ്പോലെ ഉഗ്രമാനസന്മാരും ആകുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ അപ്പൻ യോദ്ധാവാകുന്നു. അവൻ ജനത്തോടുകൂടെ രാപ്പാർക്കയില്ല. അവൻ ഇപ്പോൾ ഒരു ഗുഹയിലോ മറ്റു വല്ല സ്ഥലത്തോ ഒളിച്ചിരിക്കയായിരിക്കും. ആരംഭത്തിങ്കിൽ തന്നെ ഇവരിൽ ചിലർ പട്ടുപോയാൽ അത് കേൾക്കുന്ന എല്ലാവരും അബ്ശാലോമിൻ്റെ പക്ഷക്കാരിൽ സംഹാരമുണ്ടായി എന്ന് പറയും. അപ്പോൾ സിംഹഹൃദയം പോലെ ഹൃദയമുള്ള ശൂരനും കൂടെ അശേഷം ഉരുകിപ്പോകും. നിന്റെ അപ്പൻ വീരനും അവനോട് കൂടെയുള്ളവർ ശൂരന്മാരും എന്ന് എല്ലാ ഇസ്രായേലും അറിയുന്നു. ആകയാൽ ഞാൻ പറയുന്ന ആലോചന എന്തെന്നാൽ, ദാൻ മുതൽ ബേർഷേബ വരെ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുന്ന ഇസ്രായേലൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടുകയും തിരുമേനി തന്നെ യുദ്ധത്തിന് എഴുന്നള്ളുകയും വേണം. അവനെ കാണുന്നിടത്ത് നാം അവനെ ആക്രമിച്ചു. മഞ്ഞു ഭൂമിയിൽ പൊഴിയുന്നതുപോലെ അവൻ്റെ മേൽ ചെന്ന് വീഴും. പിന്നെ അവനാകട്ടെ അവനോട് കൂടെയുള്ള എല്ലാവരിലും ഒരുത്തൻ പോലും ആകട്ടെ ശേഷിക്കയില്ല. അവൻ ഒരു പട്ടണത്തിൽ കടന്നുകൂടിയെങ്കിലോ ഇസ്രായേലെല്ലാം ആ പട്ടണത്തിന് കയറ് കെട്ടി അവിടെ ഒരു ചെറിയ കല്ല് പോലും കാണാതാകും വരെ അതിനെ നദിയിൽ വലിച്ചിട്ട് കളയും. അപ്പോൾ അബ്ശാലോമും എല്ലാ ഇസ്രായേല്യരും അഹീതോഫേലിൻ്റെ ആലോചനയേക്കാൾ അർഖ്യനായ ഹൂശായിയുടെ ആലോചന നല്ലത് എന്ന് പറഞ്ഞു. അബ്ശാലോമിന് അനർത്ഥം വരേണ്ടതിന് അഹീതോഫേലിൻ്റെ നല്ല ആലോചനയെ വ്യർത്ഥമാക്കുവാൻ യഹോവ നിശ്ചയിച്ചിരുന്നു. അനന്തരം ഹൂശായി പുരോഹിതന്മാരായ സാദോക്കിനോടും അബ്യാഥാരിനോടും ഇന്നിന്ന പ്രകാരം അഹീതോഫേൽ അബ്ശാലോമിനോടും ഇസ്രായേൽ മൂപ്പന്മാരോടും ആലോചന പറഞ്ഞു. ഇന്നിന്ന പ്രകാരം ഞാനും ആലോചന പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ വേഗത്തിൽ ആളയച്ചു ഈ രാത്രി മരുഭൂമിയിലേക്കുള്ള കടവെങ്കിൽ പാർക്കരുത്. രാജാവിനും കൂടെയുള്ള സകല ജനത്തിനും നാശം വരാതിരിക്കേണ്ടതിന് ഏതു വിധേനയും അക്കരെ കടന്നു പോകണം എന്ന് ദാവീദിനെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ യോനാഥാനും അഹീമാസും പട്ടണത്തിൽ ചെന്നു തങ്ങളെ തന്നെ കാണിപ്പാൻ പാടില്ലാതിരുന്നതുകൊണ്ട് ഏൻ രോഗേലിനരികെ കാത്തു നിൽക്കും. ഒരു വേലക്കാരത്തി ചെന്ന് അവരെ അറിയിക്കുകയും അവർ ചെന്ന് ദാവീദ് രാജാവിനെ അറിയിക്കുകയും ചെയ്യും. എന്നാൽ ഒരു ബാല്യക്കാരൻ അവരെ കണ്ടിട്ട് അബ്ശാലോമിന് അറിവ് കൊടുത്തു. ആകയാൽ അവർ ഇരുവരും വേഗം പോയി ബഹൂരീമിൽ ഒരാളുടെ വീട്ടിൽ കയറി. അവൻ്റെ മുറ്റത്ത് ഒരു കിണറുണ്ടായിരുന്നു. അവർ അതിലിറങ്ങി. വീട്ടുകാരത്തി മൂടുവിരി എടുത്ത് കിണറ്റിൻ്റെ വായിന്മേൽ വിരിച്ചു. അതിൽ കോതമ്പ് തരി ചിക്കി. ഇങ്ങനെ കാര്യം അറിവാൻ ഇടയായില്ല. അബ്ശാലോമിൻ്റെ ഭൃത്യന്മാർ ആ സ്ത്രീയുടെ വീട്ടിൽ വന്നു. അഹീമാസും യോനാഥാനും എവിടെയെന്ന് ചോദിച്ചതിന് അവർ നീർത്തോട് കടന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു.
അവർ അന്വേഷിച്ചിട്ട് കാണായ്കയാൽ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയ ശേഷം അവർ കിണറ്റിൽ നിന്ന് കയറി ചെന്നു ദാവീദ് രാജാവിനെ അറിയിച്ചു, നിങ്ങൾ എഴുന്നേറ്റ് വേഗം നദി കടന്നു പോകുവിൻ. ഇന്നിന്റെ പ്രകാരം അഹീതോഫേൽ നിങ്ങൾക്ക് വിരോധമായിട്ട് ആലോചന പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ദാവീദും കൂടെയുള്ള ജനമൊക്കെയും എഴുന്നേറ്റു യോർദാൻ കടന്നു. നേരം വെളുക്കുമ്പോഴേക്ക് യോർദാൻ കടക്കാതെ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാന്നു മരിച്ചു. അവന്റെ അപ്പന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. പിന്നെ ദാവീദ് മഹനയീമിലെത്തി. അബ്ശാലോമും കൂടെയുള്ള ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു. അബ്ശാലോം യോവാബിന് പകരം അമാസയെ സേനാധിപതിയാക്കി. അമാസയോ നാഹാഷിന്റെ മകളും യോവാബിന്റെ അമ്മ സെരൂയയുടെ സഹോദരിയുമായ അബീഗലിന്റെ അടുക്കൽ യിത്ര എന്നു പേരുള്ള ഒരു ഇശ്മായേല്യൻ ചെന്നിട്ട് ഉണ്ടായ മകൻ. എന്നാൽ ഇസ്രായേലും അബ്ശാലോമും ഗിലെയാദ് ദേശത്ത് പാളയമിറങ്ങി. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബയിൽ നിന്ന് നാഹാഷിന്റെ മകൻ ശോബി, ലോദെബാരിൽ നിന്ന് അമ്മിയേലിന്റെ മകൻ മാഖീർ, രോഗെലീമിൽ നിന്ന് ഗിലെയാദ്യൻ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലർ, അമരയ്ക്ക, പയർ, പരിപ്പ്, തേൻ, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്നവർ പറഞ്ഞു.